നടത്താം നടത്താം നടത്താം. ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിപ്പോൾ എന്താ ലൈറ്റിലാണ്ട് മിറർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാൻ കേട്ടോ. ഞാനിതാ രാവിലെ 5:30 ടൈമാണ് ഗൈസ്. ട്രിപ്പ് മൂടാണ്, നമ്മൾ മൈസൂർക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ മോളെ പടം എടുത്തു കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്, ഉണർത്താതെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ കാറിലെത്തിയപ്പോഴേക്കും ഉണർന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വയനാട്ടിൽ എത്തിയപ്പോൾ അവിടെ നിന്നൊരു ഹോട്ടലിൽ കയറി ടീ കുടിച്ച്, പിന്നെ മോളെ ഡയപ്പറൊക്കെ ഫ്രഷ് ചെയ്ത്, പിന്നെ ഡ്രസ്സ് ഇപ്പോൾ ഇടിക്കേണ്ട വിചാരിച്ചു. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, എവിടെ ഇറങ്ങുന്നൊന്നുമില്ല, മൈസൂർ വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഡ്രസ്സൊന്നും വേണ്ട വിചാരിച്ച്, ചൂട് ആണല്ലോ അതുകൊണ്ട്. പിന്നെ ഞങ്ങൾ പോയ ഹോട്ടൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് നല്ല തേയിലത്തോട്ടമൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ട് ചായ കുടിച്ച്. വയനാട്ടിൽ നിന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ നല്ല കോടായി കേട്ടോ, അടിപൊളിയായിനി. ഇപ്പം പ്രത്യേകിച്ച് ഈ കോടൊന്നും കാണാനില്ലല്ലോ, കാരണം ചൂട് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ ആയി. കോടൊക്കെ കാണാൻ ഞങ്ങൾക്ക് വലിയ അത്ഭുതമാണ്. വയനാട്ടിലാണെങ്കിൽ പോലും നല്ല ചൂടാണല്ലോ ഇപ്പോൾ. അപ്പോൾ മോർണിംഗ് ടൈം ആയതുകൊണ്ടാണെന്ന് അറിയില്ല, നല്ല അടിപൊളി ചെയ്യും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ പോയി ഒരു ഏരിയ കണ്ട്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സ്യൂട്ടായിട്ടുള്ളൊരു ഏരിയ കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാം കെയറി ചെയ്തതിനും എല്ലാം എടുത്തു കഴിഞ്ഞു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ. അപ്പം ഫാമിലി ആയിട്ട് പോകുമ്പോൾ, ഫ്രണ്ട്സൊന്നും അല്ലാതെ ഫാമിലിനായിട്ട് പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോയിട്ട് ഒരുമിച്ചിരുന്ന ഒരു ഏരിയയിൽ കഴിക്കാമെന്ന് പറയുമ്പോൾ, ഒരു റോഡ് സൈഡിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ പോകുന്നവരാണെങ്കിൽ. അപ്പം ഞങ്ങൾ നല്ല അടിപൊളി ചിക്കൻ കറിയും പത്തിരിയും ഉണ്ടായിരുന്നു. ഞാനിപ്പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഒരാൾ കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിക്കാൻ ഇച്ചിരി പാടാണ്, ഇത് അമ്മ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്ര സ്പൈസി അല്ലാതെ ഞങ്ങളെ കറി അല്ലാതെ വേറെ തന്നെ കറിയുണ്ട് കേട്ടോ, കുരുമുളക് ഇട്ടിട്ടില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ച് നേരെ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ചെറിയ ഇഷ്യൂ ഉണ്ട്, ഹെഡേക്കിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ, ഫോണിൽ നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കേ വീഡിയോ എടുക്കുന്നുള്ളൂ, കുറേ ടൈം കഴിഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടതിന് ശേഷം ഇപ്പോൾ മൈസൂർ എത്തിയപ്പോഴാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്, ഇങ്ങനെ എടുക്കുന്നത്. ഒരു ബോറടിയാണ്. പിന്നെ ഞാൻ എന്താ പറയുക, അവിടെ എത്തി ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കരിക്കൊക്കെ കുടിച്ച്, ഞങ്ങൾ രാവിലെ അവിടെ എത്തിയതുകൊണ്ട് നേരെ റൂം എടുക്കുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ സൂവിൽ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ എവിടെ ഏത് ഭാഗത്താണെന്നുള്ളത് കുറേ മുന്നേ പോയതാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ഏത് ഭാഗത്താണുള്ളത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു ഇന്ന് ഓഫാണ്, ഇന്ന് സൂ ഓപ്പൺ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നാളെ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ എന്നാൽ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് ഇന്ന് മൈസൂർ കോട്ടയിൽ പോകാം, കൊട്ടാരത്തിൽ പോകാമെന്ന് വിചാരിച്ചു. നാളെ നമുക്ക് സൂവിൽ പോകാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ടോ. കൊടുവള്ളി മുതൽ മൈസൂർ വരെ പാമ്പേഴ്സ് മാത്രം ഇട്ട് വന്ന സെല്ലുവാണ് ഹീറോയിൻ ഗൈസ്. പൊട്ടിത്തെറിപ്പ് കൂടി സമയമായതുകൊണ്ട് ഒരു പമ്പേഴ്സ് എടുത്ത് കൊടുക്കാൻ വരെ ഈ ഒരു അവസ്ഥയാണ് ഗൈസ്. ഡാഡ കാർട്ടൂണാണ്. ഡാഡ പബ്ജി കളിക്കുകയാണ്, മോള് കാർട്ടൂൺ കാണാണ്. എന്താ കഥ. പിന്നെ ആ മോക്ക് കഞ്ഞിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പാത്രത്തിൽ. അപ്പോൾ കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രണൊക്കെ ഇടിക്കാൻ നോക്കിയിട്ട് അതൊക്കെ വലിച്ചൂരി കളയുന്നുണ്ട് കേട്ടോ. പ്രഹസനാണ്, ഒന്നും കഴിക്കില്ല. അതാണിപ്പം. പിന്നെ പ്രത്യേകിച്ച് ചൂടായതുകൊണ്ടായിരിക്കും കുട്ടിക്കൊന്നും കഴിക്കാൻ വേണ്ടാത്തത്. എല്ലാവരുടെയും ഒരു പരാതിയാണ്, ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ആ റൂം മൊത്തം കൊണ്ടുവന്നിട്ട് കഞ്ഞിങ്ങനെ കുടിപ്പിച്ചു. സോ
ഗൈസ്, അപ്പോൾ ഞങ്ങളെ ലഞ്ച് ടൈമായി. നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ഒരു ദിവസത്തെ മൊത്തം ഞങ്ങൾ കൊണ്ടുവന്ന കേട്ടോ. ഒരു നേരം മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ അമ്മ എല്ലാം ഉണ്ടാക്കിയിട്ടോ. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രം മതി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ എല്ലാം ആക്കി. അപ്പം നല്ല അടിപൊളി ഫുഡ് കഴിച്ച് നമ്മൾ റൂമിലെത്തി. ഈ ഒരു കാഴ്ച കണ്ടിട്ടോ. ഇവിടെ ഒരു പ്രാവ് തുറന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു മുട്ട എടുക്കാനൊക്കെ തോന്നി. ഒരു കുഞ്ഞി ക്യൂട്ട് മുട്ട, പക്ഷെ വേണ്ട വിചാരിച്ചു. ആവല്ലേ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാൻ മോളെ ഉറക്കിട്ടോ. മോൾക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ കൂടെ ക്ഷീണം കൊണ്ട് ഡാഡി ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയിണ്ടേന്. കുറേ നേരമായിട്ട് ഡ്രൈവ് ചെയ്തല്ലേ, അപ്പോൾ എൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം റെഡി ആവാണ് ഗൈസ്. മൂന്നരയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടൈം. അപ്പോൾ 5:30 ആകുമ്പോൾ പാലസ് ക്ലോസ്ഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയായി ഒരു പേരും കിടക്കുകയാണ് ഗൈസ്. എൻ്റെ റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ, അതുകൊണ്ട് ഒരു കച്ചറ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് തന്നെ മാറ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കാത്തിക്കണ്ടല്ലോ എല്ലാവരും വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കുകയുള്ളൂ. കാരണം എനിക്കിങ്ങനെ സാവധാനത്തിൽ ഒരുങ്ങുന്നതാണ് ഇഷ്ടം. തിരക്ക് പിടിച്ചൊരുങ്ങുന്ന ഇഷ്ടമല്ല ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു, തിരക്ക് പിടിക്കാണ്ട് സാവധാനത്തിൽ ഒരുങ്ങിയ ഞാനൊരു ഒരു കണ്ണിൽ ഐലൈനർ ഇടാൻ മറന്നുപോയി. ഇങ്ങനൊരു ദുരന്തം. എന്നിട്ടാണ് ഈ പ്രഹസനമൊക്കെ കാണിക്കുന്നത് ഗൈസ്. ലാസ്റ്റാണ് ഞാൻ കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ മിററിൽ നോക്കിയിട്ടല്ല ഇട്ടത്, കാരണം അവിടെ ലൈറ്റ് ഇടാണ്ടിരുന്നതാണ് വാവ ഉറങ്ങുന്നത് കൊണ്ട്. പിന്നെ ഞങ്ങളൊക്കെ റെഡിയായി. സെല്ലു ഒക്കെ റെഡിയായിട്ട് വന്ന് ഞങ്ങൾ നേരെ പാലസിലേക്ക് പോയി. ടിക്കറ്റ് എടുക്കാൻ തോന്നുന്നു റഷൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് കയറി. നല്ല വെയിൽ കഴിഞ്ഞു. ഡോൺ വറി, ഉള്ളിൽ കയറുന്നതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല കേട്ടോ. ഫാനുണ്ട്, എല്ലാ മൂലയിലും ഫാനുണ്ട് കേട്ടോ, ഉള്ളിലൊക്കെ. പിന്നെ ഒരു 10 വർഷം മുന്നേ വന്നതാണ് കേട്ടോ ഗൈസ് പാലസിൽ. അപ്പോൾ എല്ലാം മറന്നുണ്ട് ഏത് ഭാഗത്താണ് എൻട്രി, ഏത് ഭാഗത്താണ് എൻഡിങ് എന്നൊക്കെ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഒരു ഫോട്ടോസ് എടുക്കാൻ ക്ലിയർ പറ്റിയ ടൈമാണല്ലോ ഇപ്പോൾ അത്. അപ്പോൾ നല്ല വെയിലാണ്, ഇപ്പോൾ നല്ല ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. സെല്ലുവിനെ കണ്ടില്ലേ, മാഷാ അല്ലാഹ് നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എൻ്റെ ഗ്ലാസ് പോയിട്ട് Statue of Maharaja of this Mysuru, this palace was built by him. What is the life-size Maharaja? As it was made by plaster of Paris. Height of Maharaja, you know, 5.2 inches. Just only 5.2. Short man. By his mind, it's extraordinary. He was studying at London. ഞാൻ 10 വർഷം മുന്നേ വന്ന് കഴിഞ്ഞ ശേഷം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഒന്ന് വരണമെന്ന്. കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു രാജഭരണത്തിൻ്റെ സമയത്തുള്ള ഒരു കൊട്ടാരം നമ്മൾ കാണാമല്ലോ. അവിടെ കയറുക ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണത്. പക്ഷേ അന്നത്തെ പോലെ കുറേ കാര്യങ്ങൾ ഇപ്പം ഇല്ല കേട്ടോ. അതായത് മ്യൂസിയത്തിലുണ്ടായ കുറേ സംഭവങ്ങൾ, വാളും അതുപോലെ കുറേ പ്രതിമകളും ഇപ്പം ഇല്ല. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നമ്മൾ മൊത്തം കറങ്ങിയിട്ടും ഒന്നും കണ്ടിട്ടില്ല. ആ റൂഫ് വർക്കൊക്കെ നോക്കി എന്തൊരു രസമല്ലേ. അതിലാണ് നല്ല ഹൈലൈറ്റായി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായത്. ഒരു സ്കൈ ബ്ലൂ കളറിലൊക്കെ ആയിട്ട് നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ നടത്താണ് ഇപ്പം നടക്കാൻ തുടങ്ങിയാലോ ഇങ്ങനെ നടത്തുകൊണ്ടിരിക്കും. അവർ ഫുള്ള് ഓള് നടന്നതാണ്. അവിടെ മൊത്തം സ്റ്റെപ്പ് വരെ ഓള് കയറിയതാണ്. പിന്നെ ഈ ഒരു തൂണൊക്കെ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു തൂണൊക്കെ നല്ല ഡിഫറെൻറ്റ് ഡിസൈനൊക്കെ ഞാൻ ഇങ്ങനെ ഇമേജിൻ ചെയ്തു പോവാണ്. ആ ഒരു സമയത്ത് ഭടന്മാരൊക്കെ ഇങ്ങനെ അവിടെ നിൽക്കുന്നതൊക്കെ ഇങ്ങനെ ഇമേജിൻ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. വെറുതെ പോയിട്ട് കാര്യമല്ല. പിന്നെ ഈ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഒരു പ്രത്യേക ഡിസൈനിലുള്ളത്. നേരെ നോക്കി താഴെ നോക്കി നടന്നില്ലേ തലയും കൊത്തി താഴെ വെക്കുന്നു മാത്രം. പിന്നെ നമ്മൾ ഇറങ്ങി അവിടുന്ന് ഈവനിങ് ടൈമായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ തണലത്തൂടെ നടന്ന് പുറത്തിറങ്ങിയാലും ആൾക്ക് നടക്കണം കേട്ടോ. ഈ കാക്കയെ കുഴങ്ങി കൈ പിടിച്ചിട്ടില്ലെങ്കിൽ കുറച്ചങ്ങോട്ട് നടന്നാൽ അവിടെ വീഴും. താഴെ മുറ്റത്തൂടൊക്കെ നടന്ന് തയക്കില്ല, അകത്തൂടെ തന്നെ നടക്കലുള്ളൂ. ഇപ്പോൾ
സ്റ്റാർട്ടിങ് ടൈം ആയതുകൊണ്ട് വികും എണിക്കും അതന്നെ പണി. എവ്രി വൺ ലുക്കിംഗ് ഹെർ ഓൺലി, എല്ലാവരും ഓളെ തന്നെ നോക്കിക്കണം. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ക്യൂട്ട് വാക്കിങ്, ഒരു സ്റ്റാർട്ട് വാക്കിങ് അങ്ങനെ തന്നെയാണ്. പ്രത്യേക രസമാണല്ലോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുഴങ്ങി ലാസ്റ്റ് സൈഡിൽ ഇരുന്നാണ് കേട്ടോ. ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതും തട്ടി ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ, ഫുട്ബോൾ തട്ടുന്ന പോലെ. അപ്പോൾ ആൾ കുഴങ്ങി കുറച്ച് വെള്ളം കുടിച്ച് പിന്നെ എണീച്ചോടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റോഡ് സൈഡിൽ കൂടെ ആയിട്ട് പാലസിൻ്റെ അവിടെ തന്നെ ആയിട്ട് പാലസിൻ്റെ കീ ചെയിനുള്ളതും അതുപോലെ കുറേ കീ ചെയിനുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ നല്ല ക്യാപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞാനും ചെല്ലും ഇങ്ങനെ ഇട്ട് നോക്കി. കുറേ അടിപൊളിയായിട്ടുള്ളതുണ്ടെങ്കിൽ വാങ്ങാതെ ഇങ്ങനെ ഇട്ട് നോക്കിയാണ് കേട്ടോ. പിന്നെ ഷോപ്പിലെ ചാച്ചി ഞങ്ങളെ ചീത്ത പറയും ചേച്ചി ഞങ്ങളവിടെ ഇട്ട് ചോടി. സോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പാലസിൻ്റെ ഓവർവ്യൂ ആയിട്ടുള്ളത് കുറഞ്ഞ ഭാഗമാണ്, നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് എത്തിനൊന്ന് ഫ്രഷ് ആവണം. ബിഫോർ ദാറ്റ് ടീ ടൈമാണ് കേട്ടോ. 2 പരിപ്പ് പൊടി പിന്നെ വേറെ 2 സ്നാക്സും കഴിച്ച്, പിന്നെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ നല്ല ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും കിടന്നുറങ്ങി. നമ്മുടെ മൈസൂർ ഫസ്റ്റ് ഡേ ഇത്രയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഡേ ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ഡേ സൂലായിരുന്നു പോയിരുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു അഗെയിൻ.